ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ LDF സർക്കാരിൻ്റെ 4 വർഷത്തെ നേട്ടം ആഘോഷിക്കുന്ന എൻ്റെ കേരളം എക്സ്പോയും ദേശീയ സരസ് മേളയും നടക്കുന്ന സ്റ്റാളുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വെറൈറ്റി കാഴ്ചകളും അവിടുത്തെ വെറൈറ്റി അനുഭവങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എക്സ്പോയുടെ രാത്രിയുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വയൽ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ വയലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വെള്ളം കെട്ടി നിർത്തിയതോ കുറച്ച് നെല്ല് കൃഷി ചെയ്തതുമെല്ലാം ഇവിടെ നമുക്ക് കാണാം. ഇത് കുട്ടികൾക്കുള്ള ഒരു പുതിയ അനുഭവമാണ്. കാരണം വയലും വയൽ കാഴ്ചകളും എല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. സോ എല്ലാം വെരി ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ വ്യൂ വന്നിരിക്കുന്നത് പണ്ടത്തെ ഒരു ഓലപ്പുരയാണ്. ആ ഓലപ്പുരയിൽ ഒരു തൊഴിലാളി മൺപാത്രം നിർമ്മിക്കുന്നതാണ്. ഇത് ചക്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപൂർവം ചിലരെങ്കിലും മൺപാത്രം നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്കും ഇതൊരു പുതിയ അനുഭവമാണ്. ഇവിടെ ഇദ്ദേഹം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉള്ള ഒരു അടിപൊളി വിഷ്വൽസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകളാണ് ഈ മൺപാത്ര നിർമ്മാണം ആസ്വദിക്കുന്നുമുണ്ട്, അവർ മൊബൈലിൽ പകർത്തുന്നുമുണ്ട്. ഇത് നമ്മുടെ ചൂരൽമലയിലുണ്ടായ റെസ്ക്യൂ പ്രവർത്തനവും അവിടുത്തെ ഉരുൾപൊട്ടലുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മണ്ണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്ത് പശുപശുപ്പുള്ളൊരു മണ്ണാണിത്. ഉരുൾപൊട്ടലിന് ശേഷം ചൂരൽമലയിലുണ്ടായ ഒരു വ്യൂ ആണ് ഇത്. നമ്മുടെ കൈത്തറിയുമായി ബന്ധപ്പെട്ട കുറച്ച് മെഷീൻസും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയാണ് നെയ്യുന്നത് എന്നൊക്കെ ഇവിടെ പ്രത്യേകമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. വ്യൂ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കയറ് എങ്ങനെയാണ് മെഷീനിൽ പിരിച്ചെടുക്കുന്നത് എന്നതാണ്. പണ്ട് നമ്മൾ ചകിരി പിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ മെഷീൻ്റെ മേലെ ആണ് ഇത് കയറ് പിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചകിരി കയറാകുന്ന രംഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കയറ് ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെന്നത് കരകൗശല മേളയുടെ ഒരു സ്റ്റാളുകളിലേക്കാണ്. ഇവിടെ മനോഹരമായി തന്നെ ഭഗവാന്റെ ചിത്രങ്ങളെല്ലാം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സത്യത്തിൽ ഇതുണ്ടാക്കിയ കലാകാരന്മാരെ കണ്ടാൽ നമ്മൾ നമിച്ചു പോകും. അത്രയും സൂപ്പറാണ് ഇവിടെ ഉണ്ടാക്കി വെച്ച ഓരോ ഐറ്റംസും.
ഇവിടെയുള്ളത് നമ്മുടെ കിച്ചണിലേക്ക് യൂസ്ഫുള്ളായ കുറച്ച് ഐറ്റംസാണ്. അതായത് ചിരട്ട, കൊട്ട, പുട്ടുംതൂക്ക് തുടങ്ങിയവ. മേളയുടെ അവസാനത്തെ സ്റ്റാളുകളിൽ ഫുഡിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. വെറൈറ്റി കളക്ഷൻസ് ഓഫ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ കാണാൻ പോകുന്നത് ബീച്ചിലെ കുറച്ച് സ്റ്റേജിന പരിപാടികളാണ്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.